അപ്പം വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഒരു വ്ളോഗ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഇന്നിപ്പോൾ എല്ലാം കൂടിയിട്ട് ഒരു വ്ളോഗ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമുക്ക് മുറ്റടിച്ചായിരുന്നു തൊട്ട് തുടങ്ങാം. ഈ മുറ്റടിച്ചാരൽ ഇപ്പോഴത്തെ പെൺകുട്ടികൾക്കൊക്കെ ഒരു മടി പിടിച്ചൊരു കാര്യമാണല്ലോ അല്ലേ. ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് എല്ലാവർക്കും ഒരു മടി പിടിച്ച കാര്യമാണല്ലോ അല്ലേ. ഞാനൊക്കെ ആദ്യം പറയായിരുന്നു, മുറ്റടിച്ച് തരാനുള്ള ഇല്ലാത്ത വീട്ടിലേക്ക് കല്യാണം കഴിച്ച് വിട്ടാൽ മതി എന്നൊക്കെ പറയലുണ്ടായിരുന്നു. അത്രയ്ക്കും മടിയായി. കല്യാണം കഴിക്കുന്നതിന് മുന്നൊക്കെ നല്ല മടിയായി മുറ്റടിച്ച് തരാൻ. വേറെ എന്ത് ജോലിയും ചെയ്യും, പക്ഷേ മുറ്റടിച്ച് തരാനൊരു മടിയാണ്. പക്ഷെ ഇപ്പം മടിയൊന്നുമില്ല കേട്ടോ. അപ്പം ഇങ്ങനെ ചെയ്ത് ശീലമായിപ്പോയി. പക്ഷേ കുറേ മുറ്റടിച്ച് തരാനുള്ളത് നമുക്കൊരു റിസ്ക്കാണല്ലോ. ഇപ്പോഴും അങ്ങനെയൊക്കെ പറയുന്ന കുട്ടികളുണ്ടാവില്ലേ. ഉണ്ട്, ഞാൻ കുറേ കേട്ടിട്ടുണ്ട്. ഇന്നെ കല്യാണം കഴിച്ച് വിടുന്ന സ്ഥലത്ത് മുറ്റടിച്ച് തരാനില്ലാത്ത സ്ഥലത്തേക്ക് വിട്ടാൽ മതി ഉപ്പാന്ന് പറയുന്ന കുറേ കുട്ടികൾ പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. എൻ്റെ കസിൻസിൻ്റെ ഒക്കെ ഞാൻ കേൾക്കലുണ്ട്. മറ്റേ നമ്മൾ ഫ്ലാറ്റിലേക്കൊക്കെ കല്യാണം കഴിച്ചാൽ മതി, എന്നാൽ പിന്നെ മുറ്റടിച്ച് തരാൻ ഉണ്ടാവില്ലല്ലോ, അങ്ങനെ പറയുന്നത് കേൾക്കലുണ്ട്. ഇത് കണ്ടില്ല നിങ്ങൾ ഇവിടുത്തെ മുറ്റത്തിൻ്റെ അവസ്ഥ. ഡെയിലി അടിച്ചു തരുന്ന മുറ്റാണ് കേട്ടോ. ഇതൊക്കെ കുറവാണ്, ഇതിനേക്കാൾ കൂടുതലുണ്ടാവും ചില ടൈമിലാണല്ലോ. ഈ ഇല പൊഴിയുന്നൊരു ടൈമുണ്ടല്ലോ, ഈ ഡിസംബർ മാസത്തിലൊക്കെ നല്ലോണം ഉണ്ടാവും. ഇപ്പം പക്ഷേ ചില ടൈമിൽ അത്ര ഉണ്ടാവില്ല. എന്തായാലും എന്നും അടിച്ചു വാരണം, അടിച്ചു വാരൽ നിർബന്ധമാണ്. ഇല്ലെങ്കിൽ ഈ അവസ്ഥയായിരിക്കും. ഇനിയിപ്പോൾ ഒരു ദിവസം അടിച്ചു വാരിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ പാടെ കൂടിയിട്ട് ലാസ്റ്റ് തീരെ അടിച്ചു തരാൻ പറ്റാത്ത അവസ്ഥ. അടിച്ചു വാരി കഴിഞ്ഞാൽ നല്ല വൃത്തിയായത് കണ്ടില്ല നിങ്ങൾ. നല്ല വൃത്തിയാണ് അടിച്ചു വാരി കഴിഞ്ഞാൽ, ഒരു റാത്താണ് നമുക്ക്. പിന്നെ ബാക്കി ജോലികളൊക്കെ വേഗം ചെയ്യാൻ തോന്നും. അതിന് വേണ്ടിയിട്ട് അടിച്ചു വാരിട്ടില്ല എന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ഫുള്ള് കൊളാവും ചെയ്യും. എന്തെങ്കിലും ഒരു മടി പിടിച്ച് നാളെ അടിച്ചു തരാമെന്ന് വിചാരിച്ചാൽ പിന്നെ നമുക്ക് മൊത്തത്തിലൊരു ലാസ്റ്റ് നമ്മൾ എന്തെങ്കിലും ഒരു ജോലി നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ഒരു തുടക്കലോ എന്തെങ്കിലും ഒരു ദിവസം എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിറ്റേ രാത്രി ആകുമ്പോഴത്തേക്കും നമുക്ക് എന്തൊക്കെ ഒരു ഇടങ്ങാറാണല്ലോ. പക്ഷേ ഒക്കെ എടുത്താൽ ഒരു നല്ലൊരു സുഖമാണ്. ഇനിയിപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനി രാവിലത്തെ ഫുഡിൻ്റെ പരിപാടിയിലേക്ക് വന്നാണ് കേട്ടോ. ഫസ്റ്റ് തന്നെ പൊടി വാട്ടിയതിൻ്റെ ശേഷമാണ് ഇനി അടുപ്പിൽ തീ കത്തിക്കാമെന്ന് വിചാരിച്ചത്. പൊടിയൊക്കെ വാട്ടി അതൊന്ന് ആറുന്ന ടൈമിൽ തീ കത്തിക്കാമെന്ന് വിചാരിച്ച്. അത് ആ ചൂട് തന്നെ നമുക്ക് കുഴച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. ഞാൻ ആ ചൂട് തന്നെ കുഴച്ചെടുക്കലില്ല കേട്ടോ. ഞാൻ കുറച്ചൊന്ന് ആറിയിട്ട്, ഫുള്ളായിട്ട് ആറില്ല. ഫുള്ളായിട്ട് ആറാൻ നിന്നാൽ നമുക്കത് കുഴച്ചുണ്ടാക്കിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ ഇപ്പം റേഷൻ കടയിൽ നിന്ന് മണ്ണെണ്ണ കിട്ടിയതുകൊണ്ട് അടുപ്പിൽ തീ കത്തിക്കാൻ നല്ല സുഖമാണ് കേട്ടോ. കുറേ കാലത്തിന് ശേഷം ഇപ്രാവശ്യം കുറച്ച് 1/2 ലിറ്റർ കേട്ടോ മണ്ണെണ്ണ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊരു 2 മാസമൊക്കെ ഉപയോഗിച്ച് കുറച്ചെടുത്തിട്ട് അത് തീ പിടിപ്പിക്കാൻ മാത്രം എടുക്കുമല്ലോ, അങ്ങനെ എടുത്തതിനുകൊണ്ട് കുറച്ച് കിട്ടിയിട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ജോലിയിലേക്ക് പോവാം. കുട്ടികളൊക്കെ മദ്രസയിൽ പോയതാണ്. ഒരിഞ്ഞ് മദ്രസ വിട്ട് വരുമ്പോഴത്തേന് ഫുഡൊക്കെ റെഡിയായി. ഒരു 8:45 വരുമ്പോഴത്തേന്. എന്നിട്ട് അത് കഴിഞ്ഞ് അവർക്ക് ഫുഡൊക്കെ കഴിച്ച് അവർക്ക് സ്കൂളിലേക്കുള്ളതും ആക്കണം, ചോറ് കൊണ്ടുപോകണം. അപ്പോൾ അതൊക്കെ ആക്കണം. അപ്പോൾ നിങ്ങളൊക്കെ എത്ര മണിക്കാണ് എല്ലാവരും എണീക്കൽ? വ്ളോഗ് കാണുന്ന ആൾക്കാരൊക്കെ എത്ര മണിക്കാണ് എഴുന്നേൽക്കുക? എപ്പോഴാണ് ഫുഡൊക്കെ ഉണ്ടാക്കുക, അടുക്കളയിലേക്ക് ഇറങ്ങുക ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ ആ കമൻറ്റൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാണ്. എല്ലാ കമൻറ്റിനും ഞാൻ റിപ്ലൈയും കൊടുക്കലുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ ഒന്ന് എന്നും പറയുന്ന പോലെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണണേ. ഫസ്റ്റ് തന്നെ ലൈക്ക് ചെയ്ത് കാണുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നിങ്ങളെ കമൻറ്റ് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. അപ്പോൾ നിങ്ങൾ എവിടെ നിന്നാണ് കാണുന്നത് എന്നുള്ളതും കൂടി ഒന്ന് കമൻറ്റിൽ ഉൾപ്പെടുത്തണേ. അപ്പോൾ ഇതിപ്പോൾ ചിലവരൊക്കെ ഞാൻ അറിയുന്നവരായിരിക്കും, കുറച്ച് പേരൊക്കെ. ബാക്കിയൊക്കെ ഇപ്പോൾ ലോങ്ങൊക്കെ നിന്നിട്ട് കാണുന്നവരുണ്ടാവും, കുറേ പേരുണ്ടാവും. ചിലവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എനിക്ക് പരിചയമുള്ളവരുണ്ട്. അപ്പോൾ അല്ലാത്തവരാണ് കേട്ടോ. പുതുതായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് നിങ്ങളെ സ്ഥലം ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നിങ്ങൾ എവിടെ നിന്നാണ് കാണുന്നത്? ലോങ്ങൊക്കെ ആകുമ്പോൾ കാണുമ്പോൾ ഒരു സന്തോഷമാണല്ലോ.
നിങ്ങൾക്ക് ഒരു റീപ്ലൈ ഒക്കെ തന്ന്. അപ്പോൾ നിങ്ങൾക്കും റീപ്ലൈ കിട്ടുമ്പോൾ നിങ്ങൾക്കും ചിലപ്പോൾ സന്തോഷമായിരിക്കും. എന്തായാലും നിങ്ങളെ കമൻറ്റ് കാണുമ്പോഴോ വായിക്കുമ്പോഴൊക്കെ വളരെയധികം സന്തോഷമാണ് കേട്ടോ. ഇനിയിപ്പോൾ അന്ന് ഞാൻ വായിച്ചിട്ടില്ലെങ്കിലും പിറ്റേന്ന് എന്തെങ്കിലും ഞാൻ വായിക്കൂ, അതും ഇല്ലെങ്കിൽ അതിൻ്റെ പിറ്റേന്ന് എന്തെങ്കിലും ഞാൻ വായിക്കും കേട്ടോ. എന്നിട്ട് അതിൻ്റെ റീപ്ലൈയും തരും. അപ്പോൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ഒക്കെ ചെയ്തിട്ട് കാണാം കേട്ടോ. ഇനിയിപ്പോൾ ഈ പത്തിരി പണിയൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികളെ ടിഫിൻ ബോക്സ് എടുക്കാനുണ്ട്. പത്തിരിൻ്റെ പണി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ചോറിന് വെള്ളം വെച്ചിട്ട് പിന്നെ ചോറുണ്ടാക്കി. പിന്നെ അവർക്കുള്ളത് വേഗം എന്തെങ്കിലും, അവർക്ക് കറികളൊന്നും വേണ്ടല്ലോ സ്കൂളിലേക്ക്, ഉപ്പേരിയോ അങ്ങനെ എന്തെങ്കിലും മതി. മുട്ട അവർക്ക് ഇഷ്ടമില്ല കേട്ടോ സ്കൂളിൽ കൊണ്ടുപോകാൻ. അതിനൊരു സ്മെല്ലാണെന്ന് പറയൂല്. നമ്മളിങ്ങനെ ടിഫിൻ ബോക്സിൽ അടച്ച് വെച്ചിട്ട് കൊണ്ടുപോയാൽ അത് പിന്നെ ഞാനൊക്കെ സ്കൂളിൽ പോകണ ആ ടൈമിൽ തന്നെ എനിക്ക് തന്നെ ഉണ്ടാവില്ല ഇനി ആ ഒരു ഇത്. മുട്ട സ്കൂളിൽ കൊണ്ടുപോകണ മുട്ട ഇഷ്ടമില്ല ഇനി. ടിഫിൻ ബോക്സിൽ ഇങ്ങനെ നമ്മൾ ദമ്മാക്കി അടച്ച് വെച്ച് പിന്നെ അവിടെ എത്തിയത് തുറക്കുമ്പോൾ ഒരു സ്മെല്ലാണല്ലോ. അപ്പോൾ പിന്നെ ഞാനത് അവരോട് പറയാണ്ട് നിൽക്കലേ ഇനി, പക്ഷെ ഞാൻ കൊടുക്കലുണ്ടായിനി. എന്നിട്ട് കഴിക്കാതെ അങ്ങോട്ട് തന്നെ കൊണ്ടുവരും. പക്ഷെ ഒരു സോര്യൻ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞ് അത് വേണ്ട, മുട്ട വേണ്ട, ഞങ്ങൾ കഴിക്കില്ല, സ്മെല്ലാണെന്ന് പറഞ്ഞ്. ഇനിയിപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഓരോരുത്തൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരോരുത്തൊക്കെ ടിഫിനിലാക്കി. ഇതാ ഇവിടെ കുറച്ച് ഇത് കിട്ടിയിട്ടുണ്ട്. എന്താണിത്, നമ്മളെ പാർട്സില്ലേ, കോഴി പാർട്സ് എന്ന് പറയുന്നത്. ഇത് മറ്റേ നമ്മളെ മുട്ട പാർട്സ് അല്ല കേട്ടോ. മുട്ട പാർട്സിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്, അതെപ്പോഴും കിട്ടില്ലല്ലോ. അത് ലഗോൺ കോഴീൻ്റെ പാർട്സാണ് മുട്ട പാർട്സ്. അത് കുടലും ഒക്കെ ഉണ്ടാവും, മുട്ടയുണ്ടാവും. അപ്പോൾ അതല്ല കേട്ടോ ഇത് നമ്മളെ ബ്രോയിലർ കോഴി ഉണ്ടല്ലോ, ബ്രോയിലർ ചിക്കൻ്റെ പാർട്സാണ് ഇതിൽ. പിന്നെ 3 ഇത് ഉണ്ടാവുള്ളൂ. അതായത് ഇതാ ഈ പെട്ടി, പിന്നെ ഗ്ലിസാർഡ് എന്ന് പറയുന്ന ഈ പെട്ടിയും, പിന്നെ മാങ്ങ എന്ന് പറയുന്ന മാങ്ങാണ്ടി അങ്ങനെ തോന്നുന്നു പറയുമല്ലോ അത്, പിന്നെ കക്ക്, ലിവർ ഉണ്ടല്ലോ. ഈ 3 ഇതാണ് അതിലുണ്ടാവുക. അപ്പോൾ ഇത് എല്ലാ പ്രാവശ്യം കൊണ്ടുവരുമ്പോൾ ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടാണ് കേട്ടോ കൊണ്ടുവരൽ. ഇതൊക്കെ പൊളിച്ചിട്ടാണ് കൊണ്ടുവരൽ. പൊളിച്ച് കട്ട് ചെയ്തില്ലെങ്കിലും ഇത് പൊളിച്ച് ഇത് ഒഴിവാക്കിയതിൻ്റെ ശേഷം കൊണ്ടുവരൽ. പക്ഷേ ഇപ്രാവശ്യം കൊണ്ടുവന്നത് എന്താണെന്നറിയില്ല. എനിക്കിത് പൊതുവേ ഇത് ഇങ്ങനെ വൃത്തിയാക്കാനൊരു അർപ്പേനി. പക്ഷേ ഇപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കുകയാണ്. അത് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കിട്ടുന്നില്ല, കുറച്ച് പണിയുണ്ട്. നഖം ഇല്ലാത്തതിനോട് തീരെ കിട്ടുന്നില്ല. അത് നഖം കുറച്ച് വേണം അത് കൊണ്ട് പൊളിച്ചെടുക്കണമെങ്കിൽ. ഇതോരെ ഒഴിവാക്കി തന്നാൽ തന്നെ നമുക്ക് നല്ല സുഖമാണ് കേട്ടോ അത് നന്നാക്കാനായിട്ട്. ഇത് പൊളിച്ചെടുക്കേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ ഇത് ചിലവർ ഇത് പൊട്ടാണ്ട് ഇതിങ്ങനെ ഈ കവറ് പൊട്ടാതെ ഒന്നാകെ അങ്ങോട്ട് പൊളിച്ചെടുക്കുന്നത് കാണാം. പക്ഷെ അങ്ങനെ കിട്ടുന്നില്ല. ഞാൻ ആദ്യമായിട്ട് നന്നാക്കുന്നതിനോണ്ടായിരിക്കും അങ്ങനെ കിട്ടാത്തത്. ഇതൊക്കെ നന്നാക്കി എടുക്കാനായിട്ട് കുറേ ടൈം എടുത്തിട്ടോ. അത് ഈ ഗ്ലിസാർഡ് മാത്രം നന്നാക്കാനായിട്ട് കുറേ ടൈം എടുത്ത്. ബാക്കിയൊക്കെ പ്രശ്നമില്ലല്ലോ, അതൊക്കെ ഒന്ന് ഇങ്ങനെ ചീന്തിട്ടാൽ മതി. പിന്നെ ഈ ലിവറും പ്രശ്നമില്ലാത്തൊരു കാര്യമാണ്. ലിവറും ഒറ്റൊരു പീസാക്കി ഇട്ടാൽ മതി. പിന്നെ കുറേ പ്രാവശ്യം കഴുകിയെടുക്കണം, നന്നായിട്ട് കഴുകിയെടുക്കണം. ഗ്ലിസാർഡ് ഒറ്റക്കായിട്ട് തന്നെ കഴുകിയെടുക്കണം, അതിൽ കല്ലൊക്കെ ഉണ്ടാവും. ബാക്കി ഒരുമിച്ചിട്ടും കഴുകുക. ഇനി ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ ബിരിയാണി മസാല, കുറച്ച് ചിക്കൻ മസാല, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഉണ്ടല്ലോ, ഒക്കെ ഒന്ന് ചട്ടിയിലേക്ക് ഇട്ടതിന് ശേഷം ഇത് കഴുകിയെടുത്തതും ഇട്ട്, പിന്നെ ചെറിയുള്ളി ഉണ്ടല്ലോ, ചെറിയുള്ളി അതങ്ങനെ ഇട്ടാൽ മതി കേട്ടോ. ഇത് ചതുക്കണമെന്നൊന്നുമില്ല, മിക്സിയിലിട്ട് ക്രഷ് ചെയ്യണമെന്നൊന്നുമില്ല. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കൂടി ഇട്ടിട്ട് കുഴച്ചിട്ട്, തക്കാളി ഇടൂല കേട്ടോ ഞാൻ. തക്കാളി ഇടേണ്ടവർ കാണുന്നുണ്ടെങ്കിൽ ഒരു കഷ്ണം ഇട്ടാൽ മതി. ചെറിയ കഷ്ണം ഇട്ടാൽ ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ തക്കാളി ഇടാണ്ടാണ് ഇങ്ങനത്തെ ഒക്കെ ഇവിടെ അധികം വെക്കാറുള്ളത്. ഇത് മുളക് പൊടിയൊക്കെയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ചേർത്ത് കൊടുത്തത് ഫുള്ള് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒരുമിച്ചിട്ടിട്ട് വെള്ളം ചേർക്കാതെ കുഴച്ചിട്ട് ഒന്ന് നന്നായിട്ട് കൈ വെച്ച് കുഴച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ട് വേവിക്കുകയാണ് കേട്ടോ. പിന്നെ ഈ ചെറിയുള്ളി ഉണ്ടല്ലോ, ഇതിങ്ങനെ ഇട്ടത് ഇത് വെന്ത് വരുമ്പോൾ നന്നായിട്ട് ഉടഞ്ഞിട്ട് വരും കേട്ടോ. ഇതങ്ങനെ നിൽക്കില്ല. നിങ്ങൾക്ക് പേടി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രഷ് ചെയ്തിട്ടിടാം മിക്സിയിൽ. ഞാൻ ഇത് സ്വതവേ അങ്ങനെ തന്നെയാണ് ഇടൽ, ബീഫിലും ചിക്കനിലും കേട്ടോ. ബാക്കി നമ്മൾ വെജിറ്റബിളിലൊന്നും ഇട്ടാൽ വെന്തുടഞ്ഞ് കിട്ടിക്കൊള്ളണമെന്നില്ല. ബീഫിൽ ഞാൻ അധികവും ഇങ്ങനെ തന്നെ ഇടൽ. എന്താ വെച്ചാൽ ബീഫിന് കുറേ വേവുണ്ടല്ലോ, അപ്പോൾ എന്തായിട്ടും ഇത് വെന്തുടഞ്ഞ് നമ്മളത് കാണുകയില്ല. ചിക്കനിൽ ചിലപ്പോഴൊക്കെ ചതുക്കിയിട്ടിടും.
ചിക്കൻ അധികം വേവില്ലാത്തതിനോണ്ട്, പക്ഷേ ഇത് നന്നായിട്ട് വേവാണ്ടാവില്ല, അതിനോണ്ടാണ് ഇതിൽ അങ്ങനെ ഇട്ടത് കേട്ടോ. ഇനി ഇതൊക്കെ ഒന്ന് കായങ്ങളൊക്കെ പുരട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കേണ്ടി താമസമേ ഉള്ളൂ കേട്ടോ. ഇതൊന്നും അവർക്ക് സ്കൂളിലേക്ക് ഒന്നും കൊടുക്കാനുള്ളതല്ല കേട്ടോ. ഇതൊക്കെ നമുക്ക് ഇത് ഞാൻ രാവിലെ വെക്കാൻ നോക്കിയിട്ടുണ്ട്. എന്താ വെച്ചാൽ നമുക്ക് രാവിലെ എടുക്കാം, പിന്നെ ബാക്കിയുണ്ടെങ്കിൽ ഉച്ചക്കും എടുക്കല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ മല്ലിയില ഇടാൻ മറന്നുപോയിണ്ടായിനി, അപ്പോൾ ഞാൻ അതും കൂടി ഇട്ട് മല്ലിയിലയും കറിവേപ്പിലയും ഇട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരുന്നത് വരെ വേറെ ജോലികളുണ്ട് കേട്ടോ. അതിലേക്ക് പോവാം. ഉപ്പ് ഇടാൻ മറന്നുപോയിണ്ടായിനി, അപ്പോൾ ഉപ്പ് ഇട്ട് ഇത് നന്നാക്കാതെ വരുന്ന ഇതിങ്ങനെ ഒരു ഉണ്ടായിട്ട് കിടക്കുക ചെയ്ത് കണ്ടില്ലതാ ഈ ഗ്ലിസാഡ്. ഇത് അങ്ങനെ ഉണ്ടായിട്ട് കിടക്കുന്നത് പിന്നെ നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ അത് ചോദിച്ചിട്ട് വാങ്ങിയാൽ മതി. അത് ഓർക്ക് നന്നാക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, പക്ഷെ നമുക്കത് നന്നാക്കാൻ നല്ല പണിയാണ് അതിൻ്റെ ഉള്ളിലത്തെ ഇത് പോക്കാനായിട്ട്. ഞാനത് കട്ട് ചെയ്യുന്ന വീഡിയോ ഇടാൻ മറന്നുപോയിണ്ടായിനി, ഇതെങ്ങനെ കട്ട് ചെയ്തതെന്നുള്ളത്. അപ്പോൾ ഇത് ഒറ്റ ഒരു കട്ട് ചെയ്യലേ ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇതിലൊന്നും ഒന്നുമില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ സിമ്പിളായിട്ട് കഴിയുമോ, പക്ഷെ നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഒരു ചോരൻ്റെ ഒരു കട്ട പോലെ ഉണ്ടാവും ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇത് ഞാൻ വീഡിയോയിൽ ഇത് ഫസ്റ്റിലിടാൻ മറന്നുപോയതാണ് കേട്ടോ. അത് ഞാനത് കട്ട് ചെയ്യുന്ന വീഡിയോ ഇടാണെന്ന് വിചാരിച്ചിട്ട്, പക്ഷെ മറന്നുപോയതാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഒറ്റൊരു കട്ട് ചെയ്യലേ ചെയ്യുള്ളൂ. പിന്നെ ലിവറും പ്രശ്നമില്ല, മറ്റേതാണ് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളതല്ലോ. ഇത് കട്ട് ചെയ്ത് നന്നായിട്ട് പിന്നെ കഴുകിയതിന് ശേഷം വെള്ളം നന്നായിട്ട് വാർന്നതിന് ശേഷമാണ് കേട്ടോ ഞാൻ പിന്നെ ഇത് വെക്കാൻ ഒരുങ്ങിയത്. ആ പണികൾ കഴിഞ്ഞതിന് ശേഷമാണ് വെജിറ്റബിൾ കട്ട് ചെയ്യലും തോല് പോക്കലും ഒക്കെ ചെയ്തത്. അത് വേണ്ടിയില്ലതാ ഇതിങ്ങനെ ഒരു ഇതാക്കി എടുക്കുക. അങ്ങനെ ഇതിൻ്റെ പുറം ഭാഗത്ത് ഫുള്ള് നെയ്ക്കട്ടയാണ് ഉണ്ടാവുക. പിന്നെ ഉൾഭാഗത്ത് എവിടെ മുറിച്ചെടുക്കൽ നിങ്ങൾക്കറിയില്ല, ഇത് നല്ല ഹാർഡാണ് കേട്ടോ. ഇത് മുറിച്ചെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ ഭാഗം ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കും കേട്ടോ. ചിലവർ അത് എടുക്കും, അത് കാണുമ്പോൾ എന്തോ ഒരു പോലെയാണ്, അതിൻ്റെ ഉള്ളിലൊരു മുരുമുരായിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഞാനത് ഒഴിവാക്കും. ഇത് മാത്രം എടുക്കുക ചെയ്യാം. ഇതെങ്ങനെ ഒന്ന് ചെയ്താൽ ഇതിൻ്റെ ഇത് പൊട്ടാതെ നമുക്ക് കിട്ടും, പൊട്ടാതെ ഇങ്ങനെ ഒരു ഉണ്ടായിട്ട് കിട്ടും. അപ്പോൾ ഇത് പൊളിക്കാനായിട്ടും സുഖമാണ്. പക്ഷേ ഇത് ഞാൻ ഫ്രീസറിൽ വെച്ചതിനോണ്ടാണ്, ഇത് തലേ ദിവസത്തതാണ് കേട്ടോ. ഫ്രീസറിൽ വെച്ചതിനോണ്ടാണോ എന്നറിയില്ല, ഒരു അധികം ഉറപ്പായിട്ട് റഫായിട്ട് നിൽക്കുന്നുണ്ട്. ഇത് മാത്രം ഞാൻ ഇത് വൃത്തിയാക്കിയതിന് ശേഷം ഇത് മാത്രം കഴുകിയെടുക്കലാണ് കേട്ടോ. എന്നിട്ട് ശേഷമാണ് ഒന്നാകെ ഒരുമിച്ച് കൂട്ടിയിട്ട് ക്ലീൻ ചെയ്യുള്ളൂ. ഇതിന് നമ്മൾ പ്രത്യേകമായിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണമല്ലോ. ശേഷമാണ് ഇത് പിന്നെ കട്ട് ചെയ്തെടുത്തത് കേട്ടോ. ഇതൊന്നിങ്ങനെ പൊളിച്ചെടുത്തതിന് ശേഷം ഇത് മാത്രം ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് കഴുകിയെടുത്ത് അതിൽ കല്ലൊക്കെ പോക്കിയതിന് ശേഷം പിന്നെ കട്ട് ചെയ്ത് പിന്നെ ഒരുമിച്ചിട്ടിട്ട് നന്നായിട്ട് വേറെ കഴുകിയെടുത്ത് ഊറ്റിയിട്ടതാണ് കേട്ടോ. ഓരോ ഫുഡ് ദഹിപ്പിക്കാനുള്ള ഒരു അവയവം എന്നൊക്കെ പറയുന്നുണ്ട്, എന്താണെന്നറിയില്ല. ഇനി അടുത്ത പരിപാടി വൻപയർ കുത്തിക്കാച്ചിയത് എന്ന് പറഞ്ഞ ഒരു വിഭവമാണിത്. വൻപയർ കൊണ്ട് നല്ല ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു വിഭവമാണ് ഇത്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുൻപിട്ടുണ്ട്. അതിനായിട്ട് നമ്മൾ വൻപയർ നന്നായിട്ട് വേവിച്ചെടുക്കുക. ശേഷം കുറച്ച് ചുവന്നുള്ളി, വെളുത്തുള്ളി, കുറച്ച് നമ്മളെ വറ്റൽമുളക് ഉണ്ടല്ലോ, റെഡ് കളറിലുള്ള, അതും ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ അതില്ലാത്തതിനോണ്ട് ഞാൻ ചീരാമുളക് ഉണ്ടല്ലോ, നമ്മളെ കാന്താരി, അതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഒന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണേ. അത് മൂപ്പിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ ഉപ്പൊക്കെ ഇട്ടതിന് ശേഷമുള്ള നമ്മളെ വൻപയറുണ്ടല്ലോ അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട്
നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. ഇത് പിന്നെ ചോറിന് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കുട്ടികളെ സ്കൂളിലേക്കും കൊണ്ടുപോയി ഒരു ചോറ് ഫുള്ളായിട്ട് കഴിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് മാത്രം മതി കേട്ടോ കഴിക്കാനായിട്ട്. നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇതിൻ്റെ ഒരു വീഡിയോ തന്നെ ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിലൊരു മസാല, 2 മസാലകൾ കൂടി വേണം. ഇത് മൂപ്പായതിൻ്റെ ശേഷം കുറച്ച് ബിരിയാണി മസാലയും കുറച്ച് മുളക് പൊടി നമ്മൾ ആവശ്യത്തിന് ഇട്ടാൽ മതി. മറ്റേ ഇതിൽ നമ്മൾ കുറച്ച് കാന്താരി ഇട്ടതിനുണ്ട്. പക്ഷേ അപ്പോൾ ഇടുമ്പോഴാണ് അതിൻ്റെ ഒരു കളറ് കിട്ടുന്നത് കേട്ടോ. ആ മുളക് പൊടിൻ്റെ ആ റെഡ് കളറും കൂടി വരുമ്പോഴാണ് ഇതിന് കാണാൻ തന്നെ ഒരു ഭംഗി വരുന്നത്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കാൻ മറക്കണ്ട. ഇത് ഫ്ലെയിം ഒന്ന് സിമ്മിലാക്കിയിട്ടതിൻ്റെ ശേഷം ഇട്ടാൽ മതി. പിന്നെ പയറും ഇട്ടിട്ടൊന്ന് വറ്റിച്ചെടുക്കലാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.